ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് കഴിഞ്ഞ സമയത്ത് നന്ദൻ അവിടെ സിജോയുടെ അടുത്തും സായിയുടെ അടുത്തും വഴക്കിടുന്നത് നമ്മൾ കണ്ടു. എന്നെ പെണ്ണെന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചണിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു നന്ദന. സത്യത്തിൽ നന്ദനയുടെ പ്രശ്നം ആ റൗണ്ടിലെങ്കിലും പോയിന്റ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നന്ദനയ്ക്കാണ് വീട്ടിൽ 0 പോയിന്റ് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു പോയിന്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമമാണ് നന്ദനയ്ക്ക് അവിടെ. അതിന് വേണ്ടിയിട്ട് ചേട്ടന്മാർ സഹായിച്ചില്ല എന്നുള്ളതാണ് നന്ദനയുടെ പ്രധാന വിഷയം. അവർക്കവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പക്ഷേ നന്ദനയെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല, നന്ദനയെ ഹെൽപ്പ് ചെയ്തില്ല എന്നൊക്കെയുള്ള ദേഷ്യമൊക്കെയാണ് നന്ദന അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സിജു പുറകെ നടന്നിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നന്ദനയുടെ അടുത്ത്. നന്ദന ഒരു തരത്തിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. എൻ്റെ പുറകെ വരണ്ട, എൻ്റെ ബെഡിൽ ഇരിക്കരുത്, എൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദന ആട്ടിപ്പായിക്കുന്നുണ്ടായിരുന്നു സിജോനെ. അല്ല, നാണല്ലേ എന്ന് തോന്നിപ്പോയി സിജോയുടെ അടുത്തും സായിയുടെ അടുത്തും. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇങ്ങനെ ആട്ടിപ്പായിക്കുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും ചെന്ന് വലിഞ്ഞു കയറി ചെല്ലാനായിട്ട് നാണാവില്ലേ എന്ന് തോന്നിപ്പോയി. അനീതിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്നേഹം കൊടുക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും വേണ്ടേ. പക്ഷേ നന്ദനയ്ക്ക് ഇവരെ ഒട്ടും വിശ്വാസമില്ല എന്നുള്ളതാണ്. നന്ദനയ്ക്ക് കാര്യം കാണാനുള്ള സ്നേഹമാണെന്ന് നന്ദനേരെ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാര്യം കാണാനുള്ള സ്നേഹം. കാര്യം നടന്നു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നന്ദനയ്ക്ക് പിന്നെ കലിപ്പായി, ദേഷ്യമായി, പിന്നെ ദേഷ്യപ്പെടുന്നു, വെറുപ്പ് കാണിക്കുന്നു, പിന്നെ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയിരിക്കുന്നു. ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ നോറ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര കലിപ്പെട്ട് ദേഷ്യത്തിൽ സിജോയുടെ അടുത്തും സായിയുടെ അടുത്തും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഗെയിം തോറ്റ ഒരു കാരണമാണ് അവിടെ മെയിനായിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ഇവർ ഹെൽപ്പ് ചെയ്തില്ല എന്നൊരു കാരണവും പറയുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നതല്ല അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സമയവും ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ നന്ദനയെ? പക്ഷേ നന്ദന ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്മാരെ ഉപയോഗിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അവരെ കൊണ്ട് ഉപകാരമില്ല എന്ന് മനസ്സിലാവുമ്പോൾ തള്ളി പറയുന്നൊരു നന്ദനയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.